תו בשלום להרגו ד-20 വത്ലോത്ത് ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 23ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേഴ്സണൽ പ്രോനൗൺസ്, വ്യക്തിഗത സർവനാമങ്ങൾ. അത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, പ്രഥമ പുരുഷൻ, ദ്വിതീയ പുരുഷൻ, തൃതീയ പുരുഷൻ എന്നിങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇതിൽ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, പ്രഥമ പുരുഷനും ദ്വിതീയ പുരുഷൻ. പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ. ആരോടാണ് പറയുന്നത്? അതാണ് സെക്കൻഡ് പേഴ്സൺ. പേഴ്സണൽ പ്രോനൗൺസ് അഥവാ വ്യക്തിഗത സർവനാമങ്ങൾ ആകുന്നു എന്ന അർത്ഥത്തിൽ സുറിയാനിയിൽ ക്രിയയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ രൂപത്തിന് സംയോജക രൂപം അഥവാ കോപ്പുള എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺസും കോപ്പുളായും, അതായത് വ്യക്തിഗത സർവനാമങ്ങളും അവ ആകുന്നു എന്ന അർത്ഥത്തിൽ ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും. ഏനോ, ഇതാണ് പേഴ്സണൽ പ്രോനൗൺ, ഫസ്റ്റ് പേഴ്സൺ, കോമൺ, സിംഗുലർ. ഇത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും പ്രത്യേക പദങ്ങളില്ല, കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏനോ, ഞാൻ. അത് ക്രിയയായിട്ട് ഉപയോഗിക്കുന്നത് ഏനോ എന്ന് വെച്ചാൽ ആദ്യത്തെ ഓലഫിൻ്റെ എ എന്ന സ്വരം നഷ്ടമാകുന്നു, നോ എന്നാണ് ഉച്ചരിക്കുന്നത്. ഞാൻ എന്നുള്ളതിന് ഏനോ, ഞാനാകുന്നു എന്നുള്ളതിന് നോ. ഉദാഹരണം ശ്രദ്ധിക്കുക. ഞാൻ രാജാവാകുന്നു, ഐ ആം കിങ്. മൽക്കോ നോ, ഞാൻ രാജാവ് ആകുന്നു. മൽക്കോ നോ, ഞാൻ രാജാവാകുന്നു. ഇത് വേറൊരു രീതിയിലും എഴുതാം. ഏനോ, ഞാൻ. മൽക്കോ, രാജാവ്. നോ, ആകുന്നു. ഏനോ മൽക്കോ നോ. ഏനോ മൽക്കോ നോ, ഞാൻ രാജാവാകുന്നു. മറ്റൊരു രീതിയിലും ഈ കാര്യം പറയാവുന്നതാണ്. ഏനോനോ മൽക്കോ. ഏനോ നോ മൽക്കോ. ഏനോനോ മൽക്കോ, ഞാൻ രാജാവാകുന്നു. അപ്പോൾ ഞാൻ രാജാവാകുന്നു എന്ന കാര്യം സുറിയാനിയിൽ 3 രീതിയിൽ പറയാവുന്നതാണ്. മൽക്കോ നോ, ഏനോ മൽക്കോ നോ, ഏനോനോ മൽക്കോ. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി നമുക്ക് പേഴ്സണൽ പ്രോനൗൺ, ഫസ്റ്റ് പേഴ്സൺ, കോമൺ ജെൻഡർ, സിംഗുലർ നമ്പർ. ഹ്നാൻ, ഞങ്ങൾ, വി എന്നുള്ളതിൻ്റെ വാക്ക് ഹ്നാൻ. ഇത് ക്രിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരമായ ഹേത്ത് ഉച്ചരിക്കുന്നില്ല. നാൻ, ഞങ്ങളാകുന്നു, നാൻ. ഹ്നാൻ, ഞങ്ങൾ. നാൻ, ഞങ്ങൾ ആകുന്നു. മൽക്കേ നാൻ, വി ആർ കിങ്സ്, ഞങ്ങൾ രാജാക്കന്മാരാകുന്നു. മൽക്കേ നാൻ, വി ആർ കിങ്സ്, ഞങ്ങൾ രാജാക്കന്മാരാകുന്നു. വേറൊരു രീതിയിൽ ഹ്നാൻ, ഞങ്ങൾ.
മൽക്കേ രാജാക്കന്മാർ, ഞാൻ ആകുന്നു. ഹ്നാൻ മൽക്കേ നാൻ, ഞങ്ങൾ രാജാക്കന്മാരാകുന്നു. മറ്റൊരു രീതിയിലും പറയാം, നേരത്തേതുപോലെ തന്നെ. ഹ്നാൻ നാൻ മൽക്കേ, ഞങ്ങൾ രാജാക്കന്മാർ ആകുന്നു. ഹ്നാൻ നാൻ മൽക്കേ, വി ആർ കിങ്സ്. 3 രീതിയിൽ ഞങ്ങൾ രാജാക്കന്മാരാകുന്നു എന്ന കാര്യം എഴുതിയിരിക്കുന്നത് നോക്കുക. ഹ്നാൻ മൽക്കേ നാൻ, ഹ്നാൻ മൽക്കേ നാൻ, ഹ്നാൻ നാൻ മൽക്കേ. ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ. ഇവിടെ മാസ്കുലിനും ഫെമിനിനും പ്രത്യേക പദങ്ങളുണ്ട്. ആത്ത്, രണ്ടാമത്തെ അക്ഷരം നൂനാണ്. ആ നൂന് ഉച്ചരിക്കുന്നില്ല, അത് സൂചിപ്പിക്കാനാണ് നൂനിൻ്റെ അടിയിൽ വര നൽകിയിരിക്കുന്നത്. ആത്ത്, നീ, യു. അത് ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന കോപ്പുള ആത്ത് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആത്ത്. ഗബുറോ ആത്ത്, നീ മനുഷ്യനാകുന്നു. ഗബുറോ ആത്ത്, യു ആർ മാൻ, നീ മനുഷ്യനാകുന്നു. നേരത്തെ കണ്ടതുപോലെ 3 രീതിയിൽ ഇത് പറയാവുന്നതാണ്. ഗബുറോ ആത്ത്, ആത്ത് ഗബുറോ ആത്ത്, ആത്ത് ആത്ത് ഗബുറോ. ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, ദ്വിതീയ പുരുഷൻ പുല്ലിംഗം ബഹുവചനം. ആത്തൂൻ, നിങ്ങൾ. ആത്തൂൻ, അതിൻ്റെ കോപ്പുള സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ക്രിയ ആയി ഉപയോഗിക്കുന്ന രൂപവും ആത്തൂൻ തന്നെയാണ്, വ്യത്യാസമില്ല. ആത്തൂൻ നിങ്ങൾ, ആത്തൂൻ നിങ്ങളാകുന്നു. തോബേ ആത്തൂൻ, നിങ്ങൾ നല്ലവരാകുന്നു. തോബേ നല്ലവർ, ആത്തൂൻ ആകുന്നു. 3 രീതിയിൽ ഈ കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക. തോബേ ആത്തൂൻ, നിങ്ങൾ നല്ലവരാകുന്നു. ആത്തൂൻ തോബേ ആത്തൂൻ, നിങ്ങൾ നല്ലവരാകുന്നു. ആത്തൂൻ ആത്തൂൻ തോബേ, നിങ്ങൾ നല്ലവരാകുന്നു. ഇനിയും വ്യക്തിഗത സർവനാമം, ദ്വിതീയ പുരുഷൻ സ്ത്രീലിംഗം ഏകവചനം. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ഏകവചനവുമായിട്ടുള്ള വ്യത്യാസം, സ്ത്രീലിംഗത്തിനുള്ള വ്യത്യാസം, അവസാനം ഒരു യൂത് ഉണ്ട് എന്നുള്ളതാണ്. തിരിച്ചറിയാനുള്ള മാർഗം, അവസാനം യൂത് ഇല്ലെങ്കിൽ പുല്ലിംഗം, അവസാനം യൂത് ഉണ്ടെങ്കിൽ സ്ത്രീലിംഗം. ആത്ത്, നീ. അതിൻ്റെ ക്രിയയായി ഉപയോഗിക്കുന്ന കോപ്പുള സംയോജക രൂപവും ആത്ത് തന്നെ ആണ്. നീ പെൺകുട്ടിയാകുന്നു എന്ന് 3 രീതിയിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ത്ലീത്തോ ആത്ത്, ആത്ത് ത്ലീത്തോ ആത്ത്, ആത്ത് ആത്ത് ത്ലീത്തോ, നീ പെൺകുട്ടിയാകുന്നു. 3 രീതിയിൽ എഴുതിയിരിക്കുന്നു. സെക്കൻഡ് പേഴ്സണിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, സംയോജക രൂപവും പേഴ്സണൽ പ്രോനൗണും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഇല്ല. ഇനിയും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ, ആത്തേൻ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ആത്തൂൻ ആയിരുന്നെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ, പുല്ലിംഗം ആത്തൂൻ,
സ്ത്രീലിംഗം ആത്തേൻ. ഇതിൻ്റെ സംയോജക രൂപവും ആത്തേൻ എന്ന് തന്നെയാണ്. ഞങ്ങൾ, നിങ്ങൾ സഹോദരിമാരാകുന്നു. അഹുവോസോ സഹോദരിമാർ, സിസ്റ്റേഴ്സ്. ആത്തേൻ നിങ്ങൾ, യു ആർ സിസ്റ്റേഴ്സ്. അഹുവോസോ ആത്തേൻ. ആത്തേൻ അഹുവോസോ ആത്തേൻ, നിങ്ങൾ സഹോദരിമാരാകുന്നു. ആത്തേൻ ആത്തേൻ അഹുവോസോ, നിങ്ങൾ സഹോദരിമാരാകുന്നു. നമ്മളിന്ന് പഠിച്ചത് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കോമൺ ജെൻഡർ ഏനോ, അതിൻ്റെ കോപ്പുള സംയോജക രൂപം നോ. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ കോമൺ ജെൻഡർ ഹിനാൻ, വി ഞങ്ങൾ, അതിൻ്റെ സംയോജക രൂപം കോപ്പുള ഞങ്ങളാകുന്നു ഞാൻ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺ നീ, ആത്ത്. കോപ്പുള സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, അതിൻ്റെ സംയോജക രൂപവും ആത്ത്, ആത്ത് ആത്ത്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ആത്തൂൻ, നിങ്ങൾ, അതിൻ്റെ സംയോജക രൂപവും ആത്തൂൻ, നിങ്ങൾ. ഇനിയും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ, ആത്ത്, അതിൻ്റെ സംയോജക രൂപം ആത്ത് തന്നെ. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ, നിങ്ങൾ, അതിൻ്റെ ഫെമിനിൻ പ്ലൂറൽ അത് തന്നെ, ഈ കോപ്പുള രൂപവും അത് തന്നെ ആത്തേൻ. ഇനി നമുക്ക് ഇവ ഒന്നിച്ച് കാണാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് വ്യക്തിഗത സർവനാമങ്ങൾ, പേഴ്സണൽ പ്രോനൗൺസ്. അതിൽ സ്ത്രീലിംഗ ബഹുവചനങ്ങൾക്ക് ഫെമിനിൻ പ്ലൂറൽസിന് അത് സൂചിപ്പിക്കുന്ന 2 കുത്തുകൾ ഇടുന്ന പതിവുണ്ട്. ഫെമിനിൻ പ്ലൂറൽസിന് മാത്രമേ 2 കുത്തുകൾ ഇടാറുള്ളൂ, പുല്ലിംഗത്തിന് ഇടാറില്ല. നമ്മൾ പഠിച്ചത് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ആത്ത്, ആത്തൂൻ പ്ലൂറൽ ആത്തൂൻ, നീ നിങ്ങൾ. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ നീ പ്ലൂറൽ നിങ്ങൾ, ആത്ത് ആത്തേൻ. ആത്തേന് ഫെമിനിൻ പ്ലൂറലിൻ്റെ 2 കുത്ത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പേഴ്സൺ ഏനോ, ഞാൻ, കോമൺ ജെൻഡറാണ്, അതിൻ്റെ പ്ലൂറൽ ഹിനാൻ. ഇനി നമ്മൾ പഠിച്ചത് ഇവയുടെ സംയോജക രൂപങ്ങളാണ്. ഇത് ഒന്നിച്ച് ആത്ത് ആത്തൂൻ, ആത്ത് ആത്തേൻ, ഏനോ ഞാൻ. നമ്മൾ പഠിച്ചത് കോപ്പുള സംയോജക രൂപങ്ങളാണ്. ആത്ത് ആത്തൂൻ, ആത്ത് ആത്തേൻ. അവയ്ക്ക് ഇതുമായി വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഫസ്റ്റ് സംയോജക രൂപവും പേഴ്സണൽ പ്രോനൗൺസും ഒന്ന് തന്നെയാണ്. എന്നാൽ ഫസ്റ്റ് പേഴ്സണ് ഏനോ ഹിനാനല്ല, നോ ഞാൻ. തൗദി സാഗി. എല്ലാവർക്കും നന്ദി. താങ്ക്സ് എ ലോട്ട്.